പ്രിയപ്പെട്ടവരെ, നമസ്തേ. എൻ്റെ ഗുരുക്കന്മാരെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ തെളിയുന്ന ചിത്രം നഴ്സറി ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ദീനാമ ടീച്ചറിൻ്റെതാണ്. നല്ല വെളുത്ത് ചുരുണ്ട മുടിയുള്ള സുന്ദരിയായ ഈ ടീച്ചറാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യം പ്രവേശിച്ച ഗുരുനാഥ. പിന്നെ 1ാം ക്ലാസ് മുതൽ 4ാം തരം വരെ ക്ലാസ് ടീച്ചറായിരുന്ന വസുമതി ടീച്ചർ, സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ച ഷെറിഫ ടീച്ചർ, പാട്ട് പഠിപ്പിച്ച സുശീല ടീച്ചർ, തയ്യൽ പഠിപ്പിച്ച മേരി ടീച്ചർ, ഇവരെയെല്ലാം ഞാൻ ഓർക്കും. അക്ഷരം എഴുതാനും കണക്ക് കൂട്ടാനും കവിതകൾ ചൊല്ലാനും കഥകൾ പറയാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ എന്നെ പഠിപ്പിച്ച ഈ ടീച്ചർമാരെ ഞാൻ എങ്ങനെ മറക്കാനാണ്? ഇന്ന് നമ്മളിൽ പലർക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ കിൻഡർ ഗാർട്ടനിൽ അയക്കാൻ മടിയാണ്. അവനൊരു കൊച്ചു കുഞ്ഞല്ലേ എന്നാവും ചിലപ്പോൾ ചോദിക്കുന്നത്. കിൻഡർ ഗാർട്ടനിൽ പോയാലുള്ള പ്രയോജനം എന്തെന്ന് അറിയാത്തവരാണ് അങ്ങനെയൊക്കെ പറയുന്നത്. കിൻഡർ ഗാർട്ടൻ എന്ന് പറഞ്ഞാൽ അതൊരു ജർമ്മൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ്. കുട്ടികളുടെ പൂന്തോട്ടത്തിൽ ചെന്ന് മറ്റുള്ളവരോടൊത്ത് ചേർന്ന് കളിക്കുമ്പോഴും പഠിക്കുമ്പോഴും കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം താനെ രൂപം കൊള്ളും. കാരണം ഇവിടെയാണ് നിർദ്ദേശങ്ങൾ അനുസരിക്കാനും ടീച്ചർമാർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാനും മറ്റുള്ളവരുമൊത്ത് പങ്കിടാനും ഷെയർ ചെയ്യാനും ഒക്കെ അവർ പഠിക്കുന്നത്. ഇതാണ് പ്രൈമറി സ്കൂളിൽ പോകുന്നതിന് മുൻപ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനം. അതിന്റെ ഫൗണ്ടേഷൻ ഇതായിരിക്കണം. നല്ല അധ്യാപകരുള്ള കിൻഡർ ഗാർട്ടനിൽ കുട്ടികളുടെ നാനാമുഖമായ കഴിവുകൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു പഠനക്രമം ഉണ്ടാക്കും. ഒരു കുട്ടി പഠിക്കണമെങ്കിൽ അവന് വേണ്ടത് എന്തൊക്കെയാ? 1 പരിലാളനയാണ്, കെയർ ആണ്. 2 സംരക്ഷണമാണ്, സെക്യൂരിറ്റിയാണ്. 3 വയസ്സുള്ള ഒരു കുഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും അടുക്കൽ നിന്നും മാറി സ്കൂളിലെ ആയമാരും ടീച്ചർമാരുമായി അടുത്ത നല്ല ബന്ധം സ്ഥാപിക്കുന്നു, അല്ലേ? അപ്പോൾ വീടിനും പ്രൈമറി സ്കൂളിനും ഇടയ്ക്കുള്ള ഒരു പാലമാണ് നഴ്സറി സ്കൂൾ. ഇറ്റ്സ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹോം ആൻഡ് ദ പ്രൈമറി സ്കൂൾ. നല്ലൊരു നഴ്സറി സ്കൂൾ ടീച്ചർ കുഞ്ഞുങ്ങളുടെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കി അതിന് ചേരുന്ന കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കുകയും ഷെയർ ചെയ്യാൻ, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്യും. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കളിപ്പാട്ടങ്ങളെല്ലാം ഒരു വശത്ത് ഒതുക്കി വെച്ചിട്ട് കൈകൾ കഴുകി ഒരു കുഞ്ഞു മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ അവരെ പഠിപ്പിക്കുന്നത് വഴി ഭാവിയിൽ അവർ പാലിക്കേണ്ട ചട്ടങ്ങൾ ഹൃദിസ്ഥമാക്കാൻ അവരെ സഹായിക്കുന്നു. ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയാണ് ഇത്. 3 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്ക് ഒരു കുട്ടിയുടെ വൊക്കാബുലറി 500-ൽ നിന്നും 2500-ആയി വർദ്ധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാനും ചിന്തിക്കാനും ഉപകരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാനും അവർ പഠിക്കും. നഴ്സറി ക്ലാസ്സിൽ ഓടാനും ചാടാനും പഠിക്കുന്നത് വഴി അവരുടെ മോട്ടോർ സ്കിൽസ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്ന ഒരു കുട്ടിക്ക് പ്രൈമറി സ്കൂളിൽ പ്രവേശിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആത്മവിശ്വാസമുണ്ടാകും. ഇങ്ങനെയാണ് അറിവിന്റെ ലോകത്തിലേക്ക് അവർ ചുവട് വയ്ക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളിലും പ്രതിഭയുടെ ഒരു മൊട്ടുണ്ട്. അതിന് വിരിയാൻ വേണ്ട സാഹചര്യമാണ് നഴ്സറി സ്കൂൾ അഥവാ കിൻഡർ ഗാർട്ടൻ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നഴ്സറി ക്ലാസ്സിൽ ചേർത്ത് പഠിപ്പിക്കണമെന്ന് പറയുന്നത്. എന്തേ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ കിൻഡർ ഗാർട്ടനിൽ അയക്കില്ലേ? അവരവിടെ പോയി കളിക്കട്ടെ, ചിരിക്കട്ടെ, ഓടി നടക്കട്ടെ, വീഴട്ടെ, കരയട്ടെ. അവരങ്ങനെ വളരട്ടെ. അവരിലുള്ള മുകുളം വിടർന്ന്
വലുതാകട്ടെ, പരിലസിക്കട്ടെ, സുഗന്ധം പരത്തട്ടെ. അതിന് ഇടവരുത്താൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമസ്തേ. As Sri Gigi Thompson, former Chief Secretary of Kerala, rightly said, foundational years marks the beginning of a holistic developmental journey of your tiny tots. According to NEP 2020, the foundational stage in school begins at age 3, and the first classroom of your child is pre-KG. We at Aura Global Schools are here to nurture your bundle of joy with an eco-friendly atmosphere. Your child would be facilitated for a holistic development from age 3 with varied child-centered learning programs. Our admissions are in progress. We maintain a strategic classroom size which enable children to engage and explore in an effective manner. Book your seats now for the academic year 24-25. Aura Global School, giving